മലബാറിലെ ട്രെയിൻ യാത്രാ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ വിളിച്ച യോഗം തുടങ്ങി. മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷണൽ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ ട്രെയിനുകൾ വേണമെന്ന ആവശ്യം സർക്കാർ യോഗത്തിൽ ഉന്നയിക്കും. അശ്വിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. അശ്വിൻ, മലബാറിലെ ട്രെയിൻ യാത്രാ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ വാർത്താ പരമ്പര തന്നെ ചെയ്തിരുന്നു. കണ്ണൂർ ഷൊർണൂർ യാത്രാ പ്രതിസന്ധിക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരമായെങ്കിലും അപ്പോഴും പ്രതിസന്ധികൾ ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ യോഗം വിളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും അജണ്ടയിലാകുക? കൃത്യം 12 മണിക്കാണ് ഈ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം ആരംഭിച്ചിട്ടുള്ളത്. ഈ യോഗത്തിൽ സദേൺ റെയിൽവേ പ്രതിനിധികളും തിരുവനന്തപുരം ഡിവിഷൻ മാനേജറും പാലക്കാട് അഡീഷണൽ ഡിവിഷൻ മാനേജറും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗം ഏതാണ്ട് 1.25 മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഈ ഒരു യോഗം ഇപ്പോഴും തുടരുകയാണ്. ഇതിൽ ഉടൻ തന്നെ ഒരു തീരുമാനമുണ്ടായേക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഈ വടക്കൻ മലബാറിൽ കൂടുതൽ മെമു സർവീസുകൾ ആരംഭിക്കുക, ട്രെയിനുകളിൽ കൂടുതൽ ജനറൽ കമ്പാർട്ട്മെന്റ് അനുവദിക്കുക, അങ്ങനെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ പുതുതായി അനുവദിച്ച ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ കാസർഗോഡ് വരെ നീട്ടുക എന്നുള്ളതാണ് ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന്. കോവിഡ് കാലത്ത് വെട്ടിച്ചുരുക്കിയ റെയിൽവേ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും ഇന്നലെ നിയമസഭയിൽ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ കൂടി അനുസരിച്ച് അത് കേന്ദ്രത്തെ അറിയിക്കാനുള്ള ഒരു നീക്കത്തിലാണ് സംസ്ഥാനം ഇപ്പോഴുള്ളത്. എന്തായാലും യോഗം 12 മണിക്ക് ആരംഭിച്ച യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ശരി, അശ്വിൻ ഡിയാഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.